ഗൂഗിളിൽ ഇപ്പം നമുക്ക് ആവശ്യമുള്ള പല സൈറ്റുകളും ബ്ലോക്ക്ഡ് ആയിരിക്കും. ഇങ്ങനെ ബ്ലോക്ക് ചെയ്യപ്പെട്ട സൈറ്റുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ പല VPN ഒക്കെ നമ്മൾ ഉപയോഗിക്കലുണ്ട്. എന്നാൽ ഒരു ചെറിയ സെറ്റിങ്സിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒരു VPN ഇല്ലാണ്ട് നിങ്ങൾക്ക് ഏത് സൈറ്റും ഓപ്പൺ ആക്കാം. ഗൂഗിളിൽ നിങ്ങൾക്ക് ഏത് സൈറ്റും ബ്ലോക്കായ ഏത് സൈറ്റും ഓപ്പൺ ആക്കാം. ആ സെറ്റിങ്സ് എന്താ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ്. നമുക്ക് ആ സെറ്റിങ്സ് ഒന്ന് മാറ്റി വെക്കാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മേലെ വലതു ഭാഗത്ത് 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. താഴെ സെറ്റിങ്സ് ഉണ്ടാവും. ഈ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്താൽ കുറച്ച് താഴേക്ക് പോയാൽ ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് കാണും. അതൊന്ന് ഓപ്പൺ ചെയ്യുക. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂസ് സെക്യൂർ DNS എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ മേലെ ഒരു ബട്ടൺ ഓൺ ആയി കിടക്കുന്നുണ്ടാവും. ഡീഫാൾട്ടായിട്ട് യൂസ് യുവർ കറന്റ് സർവീസ് പ്രൊവൈഡർ എന്നുള്ള ഓപ്ഷനിലാണ് ഉണ്ടാകുക. അതിൻ്റെ താഴെ ചൂസ് അനദർ പ്രൊവൈഡർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ഏറോ മാർക്ക് കാണാം വലത് സൈഡിൽ ചെറുതായിട്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലൗഡ് ഫെയർ 1.1.1 എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ ഏത് സൈറ്റ് ഓപ്പൺ ചെയ്താലും ബ്ലോക്കായ ഏത് സൈറ്റും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനാവും. അടിപൊളി സെറ്റിങ്സ് അല്ലേ? പല സമയത്തും അത്യാവശ്യമാണ് ഒരു VPN ഒന്നും ഉപയോഗിക്കാണ്ട് നമുക്ക് ഏത് സൈറ്റും ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ സെറ്റിങ്സ് നിങ്ങൾക്ക് അറിയാനെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാനെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ അറിഞ്ഞുകൂടാത്ത ചങ്ങായിമാരുണ്ടാകല്ലേ, ഒരിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുക്കാൻ മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.